ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അയൺ കാർബൺ ഡയഗ്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്ലൈഡ് മെറ്റീരിയൽസിൽ നമ്മൾ ഇത്രയും നേരം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്, ലാസ്റ്റ് വീക്കിൽ ക്ലാസ് എടുത്തത് മൊത്തം അയൺ കാർബൺ ഡയഗ്രം മൊത്തം പറഞ്ഞതെല്ലാം ഞാൻ അയച്ചു തന്ന PDF നോട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ PPT-യിൽ തന്നിരിക്കുന്ന അയൺ കാർബൺ ഡയഗ്രത്തിൻ്റെ പാർട്സ് കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയൺ കാർബൺ ഡയഗ്രാം സിമിലർ ആയിട്ടാണ്. ദെൻ ഇതിൻ്റെ ഫേസ് ഡയഗ്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആൽഫ ഫെറൈറ്റിൻ്റെ സ്ട്രക്ചർ ഇച്ചിരി കൂടി വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആൽഫ ഫെറൈറ്റ് എന്ന് വെച്ചാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഫെറൈറ്റ്. ദെൻ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഗ്രാനുൾസോ കാർബൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും, പക്ഷേ പ്യൂർലി അയണിൻ്റെ ഫോമാണ്. ഇപ്പോൾ ഇതൊരു സെം മൈക്രോഗ്രാഫാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് പല ഗ്രെയിൻസിൻ്റെ ഷെയ്ഡിങ് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനിൽ കിടക്കുന്നത് കൊണ്ടാണ്. ആൻഡ് സിമിലർലി ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്നത് ലാർജർ ഫ്ലേക്കി ഗ്രെയിൻസ് ആയിരിക്കും. അതിൻ്റെ അകത്തുള്ള ക്രിസ്റ്റലോഗ്രഫിക് പ്ലെയിൻസ് നമുക്ക് ഇച്ചിരി കൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇത് സെം മൈക്രോഗ്രാഫാണ്. പ്ലെയിൻ്റെ ഓറിയൻറ്റേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൻ്റെ ചരിവ് ആണ്. ദെൻ പിയർലൈറ്റ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, പിയർലൈറ്റ് സ്ട്രക്ചറിൻ്റെ പിയർലൈറ്റിനോ പാരലൈറ്റെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ പാരലൈറ്റ് സ്ട്രക്ചറിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ഫ്ലേക്കി കാർബൺ പ്രിസിപ്പിറ്റേഷൻസ് ഉണ്ടാവും, ഒരു ലാമിനേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് ഹെക്സഗണൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് പാരലൈറ്റിൻ്റെ സ്ട്രക്ചർ ആസ് എ ഫിഗറിൽ നമ്മൾ മൈക്രോഗ്രാഫിൽ കാണുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇത് വൃത്തിയായിട്ടുള്ള, അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ജസ്റ്റ് പാരലൈറ്റ് എന്താണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം. 1-2 വെബ്സൈറ്റ് നമുക്ക് മെറ്റലർജി പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അതായത് 1-2 എക്സ്ട്രാ വെബ്സൈറ്റുകൾ നോക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന, ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുത്തെന്ന് വെച്ചോ, ആ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്കത് മെമ്മറിയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ എഫോർട്ട് ഇതിന് എപ്പോഴും ഉണ്ടാവണം. 1-2 NPTEL-ൻ്റെ 1-2 ലെക്ചേഴ്സ് കാണുകയോ, ഞാൻ എൻ്റെ ലെക്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. NPTEL-ൻ്റെ യൂട്യൂബിൽ ഒരു 1/2 hour ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പഠിക്കേണ്ടി വരില്ല. കാരണം അതൊക്കെ കാണുമ്പോഴേക്കും അതിൽ ഇച്ചിരി ഇൻഡെപ്തിൽ കൺസെപ്റ്റ് പറയും. അപ്പോൾ നിങ്ങൾക്ക് അത് മൊത്തം പഠിക്കാൻ പറ്റില്ല, പഠിക്കണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളും അതും കൂടി നിങ്ങൾക്ക് മാച്ച് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ മൈൻഡിൽ നിന്നോളും. പിന്നെ രണ്ടാമത് അത് പഠിക്കേണ്ട കാര്യം വരില്ല. നെക്സ്റ്റ്, അപ്പോൾ പാരലൈറ്റിൻ്റെ സ്ട്രക്ചേഴ്സ് നോക്കാം. ദെൻ ലെഡ്ബ്യൂറൈറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ്. കാരണം അതിൻ്റെ അകത്ത് കാർബൺ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, സിമെൻറ്റായിട്ടായിട്ട് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇച്ചിരി കൂടി ഡാർക്കർ കാർബൺ ആയിട്ടായിരിക്കും. ഇച്ചിരി കൂടി എന്താ പറയുക, പാരലൈറ്റ് സ്ട്രക്ചറിൽ ഫൈൻ കാർബൺ പ്രെസിപ്പിറ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, സിമെൻറ്റായിട്ട് പ്രെസിപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ മറ്റേതിൻ്റെ ഇച്ചിരി കോഴ്സ് ആയിട്ടായിരിക്കുള്ളൂ, പ്രെസിപ്പിറ്റേഷൻ ആയിരിക്കുള്ളൂ. ദെൻ ഇൻവേരിയൻ റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞു, പെരിറ്ററ്റിക് റിയാക്ഷൻ പറഞ്ഞു. പെരിറ്ററ്റിക് റിയാക്ഷനും നമ്മൾ അയൺ കാർബൺ ഡയഗ്രത്തിൽ പഠിച്ച 3 റിയാക്ഷൻസ്, പെരിറ്റക്റ്റിക്, യൂടെക്റ്റിക് ആൻഡ് യൂടെക്റ്റോയിഡ് കൂടാതെ നമുക്ക് മോണോടെക്റ്റിക്, ഡൈടെക്റ്റിക് അങ്ങനെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പെരിറ്ററ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് പ്ലസ് ലിക്വിഡിൽ നിന്ന് അനദർ സോളിഡ് ഉണ്ടായി വരാം. ഓക്കെ, ദെൻ അയൺ കാർബൺ, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഓൾറെഡി അയൺ കാർബൺ ഡയഗ്രം പഠിച്ചു. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മെറ്റൽസിൽ നമ്മൾ മേജറായിട്ട് അയണിന് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മെറ്റൽസിന് ഫെറസ് മെറ്റൽസ് എന്നും നോൺ ഫെറസ് മെറ്റൽസ് എന്നും പറയാറുണ്ട്. ഫെറസ് മെറ്റൽസ് അത് ജനറലി മാഗ്നറ്റിക്, അയൺസിൻ്റെ അയലോയ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫെറസ് മെറ്റൽസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് സ്റ്റീൽസ്. അത് സ്റ്റീലിൻ്റെ കാസ്റ്റ് അയൺ ഉണ്ട്. കാസ്റ്റ് അയണിൽ ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ ആൻഡ് മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ അയൺ. മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ അയൺ നമ്മൾ പറഞ്ഞു സ്ഫെറോഡൈറ്റ് ഉണ്ടാകുന്നതാണ്. സ്ഫിറിക്കൽ ഷേപ്പിൽ നോഡുലാർ കാസ്റ്റ് അയൺ ഒക്കെ ഉണ്ട് ഒക്കെ നമ്മൾ പഠിച്ചു. ദെൻ സ്റ്റീൽസിൽ പ്ലെയിൻ കാർബൺ സ്റ്റീൽ, അത് പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് വെച്ചാൽ അയണും കാർബണും മാത്രമുള്ള അലോയ്സ്. അത് ഏതൊക്കെയാണ്? ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിൽ 0.8 മുതൽ 0.1% വരെയും, മീഡിയത്തിൽ 1 to 1.2 വരെയും, 1.3 വരെയും. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള 2% വരെയുള്ളതൊക്കെയാണ് ഹൈ കാർബൺ സ്റ്റീൽസ്. ഇനി ലോ അലോയ് സ്റ്റീൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാർബൺ, ബാക്കി ലോ എമൗണ്ട്സിൽ ബാക്കിയുള്ള
അമൗണ്ട്സ് ലോ അമൗണ്ട്സിൽ ഒന്നോ രണ്ടോ അലോയിങ് എലമെൻറ്റ്സ്, കാർബൺ കൂടാതെ അലോയിങ് എലമെൻറ്റുകളുള്ള സ്റ്റീൽ. ഇപ്പോൾ അതിൻ്റെ ഒപ്പം ഇച്ചിരി വളരെ കുറച്ച് പേഴ്സൻറ്റേജിൽ, ഇപ്പോൾ സ്പാർസ് പേഴ്സൻറ്റേജിൽ മോളിബ്ഡിനം ആഡ് ചെയ്യാം, ഫോസ്ഫറസ് ആഡ് ചെയ്യാം, സൾഫർ ആഡ് ചെയ്യാം, അങ്ങനെ പലതും. അപ്പോൾ ലോ അലോയ് സ്റ്റീൽസ്. പിന്നെ ഹൈ അലോയ് സ്റ്റീൽസ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആൻഡ് ടൂൾ സ്റ്റീൽസ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് അലോയിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ കൂടാതെ ഇപ്പോഴത്തെ റിസർച്ചിൽ ഓസ്റ്റൻറ്റിക് സ്റ്റീൽസ്, ദെൻ ഓസ്റ്റംബേർഡ് സ്റ്റീൽ, ദെൻ ഡ്യൂറബിൾ സ്റ്റീൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് സെമിനാറിനൊക്കെ ആവശ്യം വരും ഈ സാധനം. ദെൻ യൂടെക്ടോയിഡ് സ്റ്റീൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിൻ്റെ കാർബൺ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇതൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോവാം. ഇത് പെർലൈറ്റിൻ്റെയും ആൽഫ ഫെറൈറ്റിൻ്റെയും മിക്സ്ചറാണ്, കുറച്ച് പെർലൈറ്റും കുറച്ച് ആൽഫ ഫെറൈറ്റും വരുന്നത്. ദെൻ ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ, മറ്റേത് ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീലായിരുന്നു. ഇത് ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ കൂടുതൽ പെർലൈറ്റും ബാക്കി ഇടയിൽ നമുക്ക് ഫെറൈറ്റും വരും. മൈക്രോസ്ട്രക്ചർ നോക്കാം. ദെൻ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം, TTT ഡയഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫെയർലൈറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പെർസെൻറ്റേജ് ഓഫ് ഫെയർലൈറ്റ് വെച്ചിട്ട്. ദെൻ ഇവിടെ ഒരു നോസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ഇച്ചിരി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് അതിൻ്റെ മൈക്രോസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ TTT ഡയഗ്രാം നമ്മൾ പഠിച്ചു. അപ്പോൾ ടോപ്പ് റേഞ്ചിൽ പെയർലൈറ്റും മോസ്നൈറ്റും സാധാരണ ഇത് വരുമ്പോൾ താഴത്തേക്ക് നമുക്ക് ബയണൈറ്റും, അതിൻ്റെ ഈവൻ ഫൈനലി നമുക്ക് മാർട്ടൻസൈറ്റും ആണ് വരുന്നത്. അതിൻ്റെ കുറച്ച് അപ്പർ ബയണൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ പഠിച്ച ബയണൈറ്റില്ലേ, കോഴ്സ് ബയണൈറ്റ് എന്ന് പറയുന്ന സാധനം, ആ സാധനം ഫെദറി ബയണൈറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മുടെ അപ്പർ ബയണൈറ്റിൽ വരും. അപ്പർ ബയണൈറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതിൻ്റെ അകത്ത് കുറച്ച് നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഉണ്ടാവും. അസിക്കുലാർ ബയണൈറ്റിൽ കൂടുതൽ നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അത് ഡിഫറെൻറ്റ് അലോങ് ദി ഗ്രെയിൻ ബൗണ്ടറി പ്രസിപ്പിറ്റേറ്റ് ചെയ്യെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ TTT ഡയഗ്രാം നമ്മൾ മാർട്ടൻസൈറ്റിൻ്റെ മൈക്രോസ്ട്രക്ചർ പോകുന്നത്. ഓക്കെ, മാർട്ടൻസൈറ്റിൻ്റെ മൈക്രോസ്ട്രക്ചർ ഹൈലി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ബോഡീസിൻ്റെ ടെട്രാഗണൽ ആയിട്ടുള്ള ഷേപ്പുള്ള സാധനം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് മോണോടെക്റ്റിക്കും ഡൈടെക്റ്റിക്കും നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവേരിയൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച യൂടെക്റ്റിക് റിയാക്ഷൻ എന്തായിരുന്നു? എ ലിക്വിഡ് സൈമൾട്ടേനിയസ്ലി, ഇതൊരു ഇൻവേരിയൻ റിയാക്ഷൻ ആണ്, ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. രണ്ട് സൈഡിലേക്ക് നമ്മൾ അരോ ഇടുന്നത്. അപ്പോൾ യൂടെക്റ്റിക് റിയാക്ഷനിൽ ലിക്വിഡ് ഗീവ്സ് റൈസ് ടു 2 ഡിഫറെൻറ്റ് സോളിഡ്സ്. അപ്പോൾ അതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും? ഈ ടൈപ്പ് ആയിരിക്കും. അതായത് ലിക്വിഡിൽ നിന്ന് 2 സോളിഡ് ഉണ്ടാവും. ഈ സൈഡിൽ ഈ ലിക്വിഡ് പ്ലസ് സോളിഡ് 1, ഇപ്പുറത്തെ സൈഡിൽ ലിക്വിഡ് പ്ലസ് സോളിഡ് 2 ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലെഡ് ടിൻ സിസ്റ്റം, സിൽവർ കോപ്പർ സിസ്റ്റം, ലെഡ് ആൻഡ് ആഴ്സനൈഡ് സിസ്റ്റം. ദെൻ പെരിടെക്റ്റിക് റിയാക്ഷൻ എന്തായിരുന്നു? ലിക്വിഡ് പ്ലസ് സോളിഡ് ഗീവ്സ് അനദർ സോളിഡ്. ഇതും നമ്മൾ അയൺ കാർബൺ ഡയഗ്രത്തിൽ പഠിച്ചാണ്. ഇതിൻ്റെ അകത്ത് മേജർ സിസ്റ്റംസ് ഏതൊക്കെയാണ്? സിൽവർ പ്ലാറ്റിനം സിസ്റ്റം, അയൺ കോപ്പർ സിസ്റ്റം, അയൺ കാർബൺ സിസ്റ്റം, അയൺ നിക്കൽ സിസ്റ്റം, കോപ്പർ സിങ്കർ സിസ്റ്റം. ദെൻ യൂടെക്ടോയിഡ് സിസ്റ്റം എന്താണ്? യൂടെക്ടോയിഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീൽ ഉണ്ടാകുന്ന പരിപാടി, അതായത് ഓസ്നൈറ്റിൽ നിന്ന് ഫെറൈറ്റും സിമെൻറ്റൈറ്റും കൂടി ചേർന്ന പെർലൈറ്റ് ഉണ്ടാകുന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ അകത്ത് യൂടെക്ടോയിഡ് സ്റ്റീലിൽ എന്തൊക്കെയായിരുന്നു? സോളിഡിൽ നിന്ന് അനദർ 2 സോളിഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിയാക്ഷനും ലിക്വിഡിൽ നിന്ന് ഒരേ 2 സാധനം ഉണ്ടാകുന്ന പോലെ തന്നെ സോളിഡിൽ നിന്ന് അതർ 2 സോളിഡ് കണ്ടോ. ഇവിടെ ആകുമ്പോൾ സോളിഡ് 1 പ്ലസ് സോളിഡ് 2, ഇവിടെ സോളിഡ് 1 പ്ലസ് സോളിഡ് 3. അയൺ കാർബൺ സിസ്റ്റം, കോപ്പർ സിങ്ക് സിസ്റ്റം, പലേഡിയം ടൈറ്റാനിയം സിസ്റ്റം ആൻഡ് അലൂമിനിയം കോപ്പർ സിസ്റ്റം. ഇനി പെരിടെക്ടോയിഡ് റിയാക്ഷൻ ഉണ്ട്. പെരിടെക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പെരിടെക്റ്റിക് റിയാക്ഷൻ്റെ എന്താ പറയുക, പെരിടെക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2 സോളിഡ്സ് കൂടി ചേർന്ന് അനദർ സോളിഡ് ഉണ്ടാവില്ലാണ്. ഇവിടെ യൂടെക്ടോയിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. യൂടെക്ടോയിഡിൽ ഒരു സോളിഡ് 2 സോളിഡായിട്ട് ഡീകമ്പോസ് ചെയ്യും. ഇവിടെ 2 സോളിഡ്സ് കൂടി ചേർന്ന് അനദർ സോളിഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ റിയാക്ഷൻ. 2 സോളിഡ്സ് കൂടി ചേർന്ന് അനദർ സോളിഡ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് സിൽവർ അലൂമിനിയം സിസ്റ്റം, സിൽവർ കോപ്പർ സിസ്റ്റം എക്സാമ്പിളാണ്. ആൻഡ് ഫൈനലി മോണോടെക്റ്റിക് സിസ്റ്റം ഉണ്ട്. മോണോടെക്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് എ ലിക്വിഡ് ഡീകമ്പോസസ് ഇൻറ്റു അനദർ ലിക്വിഡ് ആൻഡ് എ സോളിഡ്. ഒരു ലിക്വിഡ്
ഒരു അനദർ ലിക്വിഡും സോൾഡായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. കോപ്പർ ലെഡ് സിസ്റ്റം ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും സിസ്റ്റംസ് ഒക്കെ പഠിച്ചു. ഇത്രയും മതി നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ഏകദേശം കോർ ഭാഗം. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുള്ളത് ഇതാണ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പകുതി ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ TTC സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓൾമോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അനീലിംഗ് ഉണ്ട്, നോർമലൈസിംഗ് ഉണ്ട്, ഹാർഡനിങ് ഉണ്ട്. ദെൻ ടെമ്പറിങ്, ഓസ് ടെമ്പറിങ്, മാർക്ക് ടെമ്പറിങ് ആൻഡ് ഓസ് ഫോമിങ്, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ദെൻ സ്ട്രെങ്ത് വിത്ത് സ്ട്രക്ചറൽ ബയോനൈറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹാർഡ്നെസ്, ഇനി എൻ്റെ ലാസ്റ്റ് വന്നത് ടെസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് ഈ ഹാർഡനബിലിറ്റിയുടെ ടെസ്റ്റ്, അതായത് സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ്, അതിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ 2-3 മെഷീനുകൾ, ടെസ്റ്റ് പ്രൊസീജിയർ, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അതോടെ നമ്മുടെ ഈ മൊഡ്യൂൾ തരും. പിന്നെ 4th-ഉം 5th-ഉം മൊഡ്യൂൾ. 4th-ഉം 5th-ഉം മൊഡ്യൂളിൽ നമുക്ക് ഹോട്ട് വർക്കിങ്ങും കോൾഡ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് വലിയ സംഭവമല്ല. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഓൾ തിയറീസ് നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേഗം വേഗം പോകാവുന്നതാണ്. ആൻഡ് 4th മൊഡ്യൂളിൽ തന്നെ ഫറ്റീഗ് വരുന്നുണ്ട്. ആൻഡ് 5th മൊഡ്യൂളിൽ ക്രീപ്പും കാര്യങ്ങളും, ക്രീപ്പ്, ഫ്രാക്ചർ. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സെയിം കോമ്പോസിറ്റ്, സെയിം സിലബസ് നിങ്ങളുടെ 5 മൊഡ്യൂളിലേക്ക് കംപ്രസ് ചെയ്ത് തരുന്നത് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ പുതിയ ടോപ്പിക്സിലേക്ക് പോകും. അയൺ കാർബൺ ഡയഗ്രം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. അസൈൻമെൻറ്റ്സ് ഒക്കെ വയ്ക്കുക. ഓക്കെ, താങ്ക് യു.